ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്ന വീഡിയോ ഒരുപാട് പേർക്കുള്ളൊരു സംശയമാണ്. തുളസിയുടെ സീഡ് വെച്ചാണോ കസ്കസ് ഉണ്ടാക്കുന്നതെന്ന്. തുളസിയുടെ സീഡല്ല, തുളസി വർഗ്ഗത്തിൽപ്പെട്ട ഒരു സസ്യത്തിൻ്റെ സീഡാണ്. അപ്പോൾ നമുക്ക് തുളസിയുടെ സീഡ് വെച്ച് കസ്കസ് ഉണ്ടാക്കാൻ പറ്റുമോ നോക്കാം. സംഭവമാണ് തുളസി അല്ല, പക്ഷേ വേറെ സംഭവത്താണ് കസ്കസ് ഉണ്ടാക്കുന്നത്. കൃഷ്ണ തുളസി. അതിനകത്തൊന്ന് കസ്കസ് ഉണ്ടാക്കും കളിക്കാൻ നേരത്ത്. തിന്നാനൊക്കെ പറ്റി എന്തേ പറയുന്നു. അതുകൊണ്ട് ഇതിങ്ങനെ എടുക്കും, എന്നിട്ട് ഇങ്ങനെ പൊടിക്കണം. കസ്കസ് ഈ കണ്ടേ കുഞ്ഞത്. അന്നേരം അത് വെള്ളത്തിടുമ്പോൾ അതാവുമോ? അങ്ങനെ വെള്ളത്തിടുമ്പോൾ കറക്റ്റ് കസ്കസ് പോലെ ആവും. പണ്ടേ ആണ് ഇവിടെ നിന്ന് കളിക്കാൻ നേരത്തെ എടുക്കുക. എന്നിട്ട് പാരൻ്റെ അങ്ങോട്ട് പറഞ്ഞായിരുന്നു ഇത് വെച്ച് കസ്കസ് ഉണ്ടാക്കുന്നത്. ഇവിടുത്തെ അമ്മ ചേച്ചി ഉണ്ടോ വെള്ളത്തിൽ ഇടണം, അപ്പോൾ കസ്കസ് ആവും. ഇപ്പോൾ വെള്ളം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പറിക്കുക. നമുക്ക് വീട്ടിൽ കൊണ്ട് കുറച്ച് വെള്ളത്തിൽ ഇട്ടിട്ട് കാണിക്കാം. ഇവിടെ തിരിച്ചു പോകാൻ പറയാം. വിളഞ്ഞത് നോക്കി പറിക്കില്ല, ഉണങ്ങിയതാണ് നല്ലത്. ഇങ്ങനെ പറിക്കാൻ വയ്യായിരുന്നു. ഇത് ഇവിടെ എന്തായാലും പറിക്കുക. അത് കട്ട് പറിക്കല്ല, നമ്മൾ ചോദിച്ചിട്ടാണ്. എന്നിട്ട് നല്ല ഫോട്ടോ എടുക്കുക. അയ്യോ, പണ്ടത്തെ ഇതാണ്. അത്ര മതിയോ? ഇതാ 9 ഇപ്പം എത്ര ഡേയായി? 8 അരയ്ക്ക് മുമ്പ് വരെ ഇതായിരുന്നു. 8 അരയ്ക്ക് മുമ്പ് ഇങ്ങനെ. ഇത് കൃഷ്ണ തുളസി. തുളസിയുടെ ഉണങ്ങിയ വിത്തെല്ലാം നമ്മൾ എടുത്തിട്ട് അതിൻ്റെ ചെറിയ വിത്തുകൾ മാത്രം മാറ്റി അതിൻ്റെ പൂക്കൾ മാറ്റിയിട്ട് അത് അരിച്ചെടുക്കണം. അരിച്ചെടുത്തിട്ട് ശുദ്ധമായ വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കണം. കുറച്ച് സമയം കഴിയുമ്പോൾ സീഡ് കസ്കസിനെ പോലെ അത്രയും ആകത്തില്ലെങ്കിലും ഒരു മാതിരി കസ്കസ് മാതിരിയാകും. കണ്ടോ? വീഡിയോ കണ്ടിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.